കേരളത്തിൽ 1/3 ഈ രോഗമുണ്ടെന്നാണ് കണക്ക്. പക്ഷേ ചില പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഏകദേശം 45% വരെ ആകാമെന്നതാണ്. ഭയപ്പെടുത്തുന്ന ഒരു കണക്കാണിത്, അല്ലേ? ഇതിലും ഞെട്ടിക്കുന്ന സത്യം, അവരിൽ ഭൂരിഭാഗം പേർക്കും തനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയില്ല എന്നതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഈ അവസ്ഥയുണ്ടോ? പുറമേ ഒരു ലക്ഷണവും കാണിക്കാത്ത നമ്മുടെ കരളിനെ കാർന്നു തിന്നുന്ന ഒരു നിശബ്ദമായ ഒരു കൊലയാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ. അടുത്ത 2 മിനിറ്റിൽ നിങ്ങളുടെ കരൾ അപകടത്തിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ വില്ലനെ ശരിക്കും നമ്മൾ തുരത്തണമെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഫാറ്റി ലിവർ? എന്തുകൊണ്ടാണ് ഇതിത്ര കോമൺ ആയി വരുന്നത്? നമ്മുടെ ശരീരത്തിലെ ഒരു പവർ ഹൗസ് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു അവയവമാണ് നമ്മുടെ കരൾ. ഭക്ഷണം ദഹിപ്പിക്കുക, ഊർജം സംഭരിക്കുക, രക്തത്തിലെ വിഷാംശങ്ങൾ അരിച്ചു മാറ്റുക തുടങ്ങി 300-ലധികം ജോലികളാണ് ഈ പാവം ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഈ സൂപ്പർ ഹീറോയുടെ ഉള്ളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് സിമ്പിളായിട്ട് വിളിക്കുന്നത്. ഡോക്ടർമാർ ഇതിനെ ഹെപ്പാറ്റിക് സ്റ്റീറ്റോസിസ് എന്ന് പറയും. കുറച്ചൊക്കെ കൊഴുപ്പ് കരളിൽ നോർമലാണ്, പക്ഷേ അത് കരളിന്റെ ഭാരത്തിന്റെ 5% കടന്നാൽ അതൊരു രോഗമായി മാറും. ഫാറ്റി ലിവർ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മദ്യം തന്നെയാണ് ഇവിടുത്തെ വില്ലൻ. അമിതമായി നമ്മൾ മദ്യപിക്കുമ്പോൾ കരളിനെ കൊഴുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റാതാവുകയും അതവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേതാണ് ഇന്ന് കേരളത്തിൽ ഒരു പകർച്ചവ്യാധി പോലെ പടരുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഒരു തുള്ളി പോലും മദ്യം കഴിക്കാത്ത ആളുകളിലാണ് ഇത് പിടികൂടുന്നത്. നമ്മളുടെ ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതികളും ഇതിന് കാരണമാകുന്നു. ഇപ്പോൾ ഇതിനെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റീറ്റോട്ടിക് ലിവർ ഡിസീസ് എന്ന് പുതിയൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ അപചയ പ്രവർത്തികൾ, അതായത് മെറ്റബോളിസത്തിനെ പ്രശ്നങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നത്? കാരണം തുടക്കത്തിൽ ഇവൻ ഒരു ശല്യവും ചെയ്യില്ല, മിണ്ടാതെ ഒതുങ്ങിയിരിക്കും. പക്ഷേ പലപ്പോഴും വേറെ വല്ല ആവശ്യത്തിന് വയറിന്റെ ഒരു സ്കാൻ എടുക്കുമ്പോഴോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ ആണ് ഇത് കരളിൽ കുറച്ച് കൊഴുപ്പുണ്ടല്ലോ എന്ന് യാദർച്ഛികമായി കണ്ടെത്തുന്നത്. എങ്കിലും ശരീരം തരുന്ന ചില സിഗ്നലുകൾ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും ഒരു ക്ഷീണം, എന്ത് ചെയ്തിട്ടും ഒരു ഉന്മേഷമില്ലായ്മ, വയറിന്റെ മുകളിൽ വലതുഭാഗത്തായിട്ടൊരു ഭാരമോ ചെറിയൊരു അസ്വസ്ഥതയോ, ചിലർക്ക് വിശപ്പില്ലായ്മയും അകാരണമായിട്ട് ഭാരം കുറയുന്നതായിട്ടും നമുക്ക് കാണാം. ഈ ലക്ഷണങ്ങൾ അത്ര സ്പെസിഫിക് അല്ലാത്തത് കൊണ്ട് നമ്മളാരും ഇത് കാര്യമാക്കാറില്ല. അവിടെയാണ് അപകടം തുടങ്ങുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ നിശബ്ദമായ അവസ്ഥ പതുക്കെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കും. അതെങ്ങനെയാണ്? സിമ്പിൾ ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു തുടങ്ങുന്നു, കാര്യമായ പ്രശ്നങ്ങളില്ല. ഈ സ്റ്റേജിൽ നമുക്കിത് 100% ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേജ് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ്. കൊഴുപ്പ് കൂടാതെ കരളിൽ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, കോശങ്ങൾക്ക് ചെറിയ പരിക്കുകളും സംഭവിക്കാൻ തുടങ്ങുന്നു. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈബ്രോസിസ്. ഈ നീർക്കെട്ട് കാരണം കരളിൽ ചെറിയ മുറിപ്പാടുകൾ അല്ലെങ്കിൽ സ്കാർസ് വീണ് തുടങ്ങുന്നു. നാലാമത്തെ സ്റ്റേജ് ആണ് സിറോസിസ്. ഒരുപാട് സ്കാറുകൾ വീണിട്ട് കരൾ ചുരുങ്ങി കല്ലുപോലെ ആകും. ഈ അവസ്ഥയിൽ കരളിന് അതിൻ്റെ ജോലികൾ ചെയ്യാനാവാതെ വരും. സിറോസിസ് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അഞ്ചാമത്തെ സ്റ്റേജ് ലിവർ ക്യാൻസർ. സിറോസിസ് വന്നവരിൽ ലിവർ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ 30 മുതൽ 40% ലിവർ ക്യാൻസറുകൾക്ക് പിന്നിലും ഫാറ്റി ലിവർ ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് തുടക്കത്തിലേ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ അപകടത്തിലേക്കുള്ള യാത്രയെ അവിടെ വെച്ച് നിർത്താം. നമ്മുടെ കരളിനെ നമുക്ക് രക്ഷിക്കാനും സാധിക്കും. ആർക്കാണ് ഫാറ്റി ലിവർ വരാൻ സാധ്യത കൂടുതലെന്ന് നമുക്ക് നോക്കാം. ഞാൻ മദ്യപിക്കാറില്ല, പിന്നെ എനിക്ക് എങ്ങനെ ഫാറ്റി ലിവർ വന്നു? ഇത് സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമാണ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന്റെ കാരണങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അമിതവണ്ണവും കുടവയറും. പ്രത്യേകിച്ച് കുടവയർ ഒരു പ്രധാന സൂചനയാണ്. ഏഷ്യൻ സ്ത്രീകൾക്ക് അരക്കെട്ടിന്റെ ചുറ്റളവ് 80 സെന്റിമീറ്ററിലും പുരുഷന്മാർക്ക് 94 സെന്റിമീറ്ററിലും കൂടുതലാണെങ്കിൽ സൂക്ഷിക്കണം. ടൈപ്പ് 2 പ്രമേഹം. പ്രമേഹമുള്ളവരിൽ 60 മുതൽ 70% പേർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാം. ശരീരത്തിൽ ഇൻസുലിൻ ശരിയായി ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ഇതിന് പിന്നിൽ.
മൂന്നാമത്തത് ഉയർന്ന കൊളസ്ട്രോൾ, രക്തത്തിലെ ട്രൈഗ്ലിസറൈഡും ചീത്ത കൊളസ്ട്രോളും കൂടുന്നത് ഫാറ്റി ലിവറിന് കാരണമാകാം. ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, തെറ്റായ ഭക്ഷണ രീതി, അതായത് പഞ്ചസാര, മധുരപാനീയങ്ങൾ, മൈദ, ബേക്കറി സാധനങ്ങൾ, വറുത്തതും പൊരിച്ചതുമായുള്ള ഭക്ഷണങ്ങൾ, ഇവയുടെ സ്ഥിരമായ ഉപയോഗം കരളിന് ഇത് ഓവർലോഡ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് വ്യായാമമില്ലായ്മയാണ്. ദിവസം മുഴുവൻ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന, സെഡൻഡറി ആയിട്ടിരുന്നിട്ട് TV കാണുന്നതും ശരീരത്തിൽ കൊഴുപ്പടിയാൻ ഇത് കാരണമാകുന്നു. ഈ റിസ്ക് ഫാക്ടറുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഫാറ്റി ലിവർ നിങ്ങളെയും തേടിയെത്താനുള്ള സാധ്യത ഉണ്ട്. പലപ്പോഴും ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഒരു കണ്ണാടി പോലെയാണ്. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഫാറ്റി ലിവർ എന്ന് കേട്ട് പേടിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും നല്ല വാർത്ത എന്തെന്നാൽ, ജീവിതശൈലിയിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള ഫാറ്റി ലിവറിനെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും എന്നതാണ്. ആദ്യം നമുക്ക് ഭാരം കുറയ്ക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. നിങ്ങളുടെ ശരീരഭാരത്തിന്റെ 5 മുതൽ 10% വരെ കുറച്ചാൽ മതി. കരളിലെ കൊഴുപ്പ് കുറയുകയും കരളിന്റെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു. പെട്ടെന്ന് പട്ടിണി കിടന്ന് ഭാരം കുറയ്ക്കുന്നതും അപകടമാണ്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 1/2 കിലോ മുതൽ 1 കിലോ വരെ കുറയ്ക്കുന്നതാണ് ഹെൽത്തി. ഇനി അടുത്തത് ഭക്ഷണമാണ് നമ്മളുടെ മരുന്ന്. എന്താണ് കഴിക്കേണ്ട ആഹാരങ്ങൾ? പച്ചക്കറികൾ, അതായത് ചീര, ക്യാബേജ്, ബ്രോക്കലി പോലുള്ള ഇലക്കറികൾ ധാരാളം നമ്മൾ കഴിക്കുക. പിന്നെ പഴങ്ങൾ, ബെറി ഫ്രൂട്ട്സ് കഴിക്കുക. ഓറഞ്ച് പോലുള്ളത് നല്ലതാണ്. ജ്യൂസ് അടിക്കുന്നതിന് പകരം നമ്മൾ പഴങ്ങൾ മുഴുവനായിട്ട് കഴിക്കുക. പിന്നെ മുഴുധാന്യങ്ങൾ, തവിട് കളയാത്ത അരി, ഓട്സ്, റാഗി തുടങ്ങിയവ നമ്മൾ ശീലമാക്കുക. പിന്നെ നല്ല കൊഴുപ്പുകൾ, അവക്കാഡോ, ഒലീവ് ഓയിൽ, ബദാം, വാൽനട്ട്, പിന്നെ മത്തി, അയല പോലുള്ള മത്സ്യങ്ങൾ എന്നിവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പ്രോട്ടീൻ, പയറുവർഗ്ഗങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ ചിക്കൻ, മുട്ടയുടെ വെള്ള എന്നിവ നമുക്ക് നല്ലതാണ്. വെളുത്തുള്ളി, മഞ്ഞൾ, ഗ്രീൻ ടീ ഇവയെല്ലാം കരളിന് നല്ലതാണ്. പിന്നെ കാപ്പി, പഞ്ചസാര ഇടാത്ത നമ്മൾ കട്ടൻ കാപ്പി ദിവസം 2-3 കപ്പ് കുടിക്കുന്നത് ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കരളിന്റെ ശത്രുക്കളായിട്ടുള്ള സാധനം: പഞ്ചസാര, മധുര പലഹാരങ്ങൾ, കേക്ക്, ഐസ്ക്രീം, സോഡ, പാക്കറ്റ് ജ്യൂസുകൾ എന്നിവ നമ്മൾ ഒഴിവാക്കുക. മൈദ, വൈറ്റ് ബ്രെഡ്, പൊറോട്ട, പാസ്ത, ബിസ്ക്കറ്റ് എന്നിവ നമ്മൾ ഒഴിവാക്കുക. ചീത്ത കൊഴുപ്പുകൾ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ളവ, ബേക്കറി പലഹാരങ്ങൾ, റെഡ് മീറ്റ്, ബീഫ്, പോർക്ക്, ഡാൽഡ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പിന്നെ മദ്യപാനം പൂർണ്ണമായി നിർത്തുക. ഇത് നിർബന്ധമായൊരു കാര്യമാണ്. വ്യായാമം ഒരു ശീലമാക്കുക. ദിവസം കുറഞ്ഞത് ഒരു 30 മിനിറ്റ് എങ്കിലും നടക്കുക, ഓടുക, സൈക്കിൾ ചവിട്ടുക, നീന്തുക എന്നിങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യുക. ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മളെ മനസ്സിൽ സൂക്ഷിച്ച് അത് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളുടെ കരൾ സ്വയം ക്ലീൻ ചെയ്യാനുള്ള കഴിവുള്ള ഒരു അവയവമാണ്. അതിന് വേണ്ടത് നല്ല ഭക്ഷണവും വ്യായാമവുമാണ്, അല്ലാതെ വില കൂടിയ ഡീടോക്സ് പാനീയങ്ങളല്ല. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണെന്നും തുടക്കത്തിൽ സൈലന്റ് ആണെങ്കിലും പിന്നീട് അത് അപകടകാരിയാവുമെന്ന് നമ്മൾ കണ്ടു. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ശരിയായ സമയത്ത് നമ്മൾ ഇതിനെ കണ്ടെത്തി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്തിയ കരളിന്റെ ആരോഗ്യം നമുക്ക് തിരിച്ചു പിടിക്കാനാവും. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യം മറ്റാരുടെയും കയ്യിലല്ല, നിങ്ങളുടെ മാത്രം കയ്യിലാണ്.